എന്താണ് ഈ കത്തിക്കുന്നത്? എന്താണ് ഈ കത്തിക്കുന്നത്? നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. ഫിഷാണ് കേട്ടോ. ഫിഷ് എന്ന് വെച്ചാൽ സാഗരക്കൂട്ടില്ലേ, അതായത് ഞണ്ട്, കൊഞ്ച്, കണവ, പിന്നെ ചൂര, പിന്നെ കക്ക, അതുപോലെയുള്ള എല്ലാ കടലിൽ സീ ഫുഡ് അതെല്ലാം കൂടെ ചേർത്ത് സാഗരക്കൂട്ട്, അങ്ങനെ ഒരു മൊത്തത്തിൽ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കറി. അത് ഞങ്ങൾ ഈ ഹോട്ടലിലോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പോയതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ അജ്മാനിലൊരു വൈറൽ കോഫി ഉണ്ട്, അപ്പോൾ അത് കുടിക്കാനായിട്ട് എന്തോ പോയതാണ്. പോയിട്ട് അവിടെ ഭയങ്കര തിരക്കായി, ഞങ്ങൾക്ക് കോഫി കിട്ടിയില്ല. എന്ന് വെച്ചാൽ അത്രയും തിരക്കായിരുന്നു അവിടെ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ. അവിടെ പോയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഹൗസ് ബോട്ടില്ലേ, ആ ഒരു സെറ്റപ്പാണ്. ഞങ്ങൾ അകത്തിരുന്നാൽ നമുക്ക് തോന്നും നമ്മൾ കായലിൻ്റെ നടുക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ അത് സ്ക്രീനാണ് അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ കണ്ടാൽ നമുക്ക് തോന്നും അത് കായലിൻ്റെ നടുക്കൂടെ നമ്മൾ പോകുന്ന പോലെ നമുക്ക് തോന്നും. നല്ല രസമാണ്. ഫുഡും സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. ഞങ്ങളിങ്ങനെ എന്ത് ഓർഡർ ചെയ്യണമെന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സിമ്പിളായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ പോയപ്പോൾ ഇതുപോലെ സാഗരക്കൂട്ട് ഉണ്ട്. അപ്പുറത്തെ ടേബിളിലിരുന്ന ഒരാൾ കണവ കഴിക്കുന്ന കണ്ടപ്പോൾ കൊതി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സാഗരക്കൂട്ട് ഓർഡർ ചെയ്യാം. പക്ഷേ അബദ്ധം പറ്റിപ്പോയി. എന്തെന്ന് വെച്ചാൽ അതൊരു 4-5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും കൂടെ കഴിച്ചിട്ട് അത് തീരത്തില്ല. പിന്നെ ഞങ്ങൾ 2 പെറോട്ട അങ്ങനെ വാങ്ങിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കി. ഫിഷ് മാത്രം കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ച് നോക്കിയിട്ട് തീർന്നില്ല. പിന്നെ ഞങ്ങൾ പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ കാണിച്ചു തന്നു, ഇങ്ങനെ ഒരു എന്തോ ഒരു തൂണ് പോലെയൊക്കെ കെട്ടി അതിലൊക്കെ ഇട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അത് അവിടുത്തെ അതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു കേട്ടോ, ഈ ഇങ്ങനെ വെക്കുന്നതിന് മറന്നുപോയി. പിന്നെ അവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യണത്, ഈ ഹീറ്റ് കൊടുക്കുന്നതൊക്കെ. അങ്ങനെ അത് അവർ ജസ്റ്റ് ഒന്ന് തീയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അവർ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് തന്നു. നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതലും ഉണ്ടായിരുന്നത് കണവയായിരുന്നു കേട്ടോ. കണവയാണ് ഉണ്ടായിരുന്നത് കൂടുതലും. പിന്നെ ക്രാബും ഉണ്ടായിരുന്നു, പിന്നെ കൊഞ്ചുണ്ടായിരുന്നു, ചൂര, പിന്നെ കക്ക കുറച്ചേ ഉണ്ടായിരുന്നല്ലോ. കക്ക ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കക്ക കിട്ടിയിട്ടില്ല. നമ്മൾ നേരത്തെ വേറെ സ്ഥലത്തു നിന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതിൽ കക്കയൊക്കെ ഉണ്ടായിരുന്നു, ഇതിൽ കക്ക കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ആ സംഭവം കേട്ടോ. കണവ തന്നെ കൂടുതലും ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പെറോട്ടയുടെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്രാബും ഈ കൊഞ്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലങ്ങനെ അധികം വാങ്ങാറില്ല, വേറെ ഒന്നുമില്ല, കുട്ടികൾ അതൊന്നും കഴിക്കാറില്ല, കൊടുത്തിട്ടുമില്ല ഇതുവരെ. അതുകൊണ്ട് വീട്ടിൽ വാങ്ങുന്നത് വളരെ കുറവാണ്. പുറത്ത് പോകുമ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ഞാനും ചേട്ടനും ഇതുപോലെ ക്രാബോ കൊഞ്ചോ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങും. വീട്ടിൽ വളരെ വിരളമായിട്ടേ അത് വാങ്ങാറുള്ളൂ, അതുകൊണ്ട് അത് വാങ്ങുന്നത്. അപ്പോൾ പെറോട്ടയിലൂടെ ഇത് വെച്ച് കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ ഏതോ കായലിൻ്റെ അടിയിൽ ഹൗസ് ബോട്ടിൽ, ഞാൻ ഇതുവരെ ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ ഒരു ഹൗസ് ബോട്ടിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു. എല്ലാ മലയാളീസായിരുന്നു, അവിടെ ഉള്ളവരെല്ലാം മലയാളീസായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. മോളത് വിചാരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ നമ്മൾ വെള്ളത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെയാണ് അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അല്ല അത് സ്ക്രീനാണ്, തൊട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് മനസ്സിലായി. പിന്നെ ക്രാബൊക്കെ ഞാൻ നല്ല ഇഷ്ടത്തിന് കഴിച്ചു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യത്തെ ഒരു ഇതുകൊണ്ട് എല്ലാം അങ്ങ് കഴിച്ചു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ, അതൊരു പാവം പൂച്ചക്കുട്ടി. അതിൻ്റെ അടുത്ത് കുറച്ച് നേരം എന്തൊക്കെയോ ഞാൻ കേട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. താങ്ക്